കോളേജൊക്കെ സ്റ്റാർട്ടായിട്ട് 2 ആഴ്ചയായിട്ടോ. എന്നാലും ഈ 2 മാസത്തെ ലീവ് കഴിഞ്ഞിട്ട് കോളേജിൽ പോവാൻ ഇപ്പോഴും ഒരു മടിയാണ്. ഇന്നലെ നല്ല മഴയായതുകൊണ്ട് രാവിലെ നല്ല തണുപ്പും നല്ല കാലാവസ്ഥയും. എൻ്റെ പ്രകൃതി രമണീയമായ എൻ്റെ സ്ഥലമാണ്. പിന്നെ ഇതുവരെ ഉള്ളൂ. മാമൻ അതിനുശേഷം ലിഫ്റ്റ് തരണം നിർത്തിയിട്ട് ബസ് കയറി പോകാൻ എൻ്റെ അടുത്ത് ബസ് കയറ്റി വിട്ടു ഗൈസ്. പിന്നെ പടിയും സ്റ്റെപ്പും കുന്നും കയറി ഞാൻ എൻ്റെ കോളേജ് എത്തി. ആകെയുള്ളൊരു ഉപയോഗം ആ ഒരൊറ്റ ലിഫ്റ്റാണ്. ദാ പോകുന്നതാണ് എൻ്റെ സാറ്, എൻ്റെ ട്യൂട്ടറാണ്. സാറാണ് ഫസ്റ്റ് പീരീഡ്. പിന്നെ ഇത് നമുക്ക് രാവിലെ ക്ലാസ്സിൽ കയറുമ്പോഴും പോകുമ്പോഴും ഇവിടെ സൈൻ ചെയ്തിട്ട് പോകണം. രാവിലെ 9:30-ക്കും വൈകുന്നേരം 3:30-ക്കും. അല്ലെങ്കിൽ നമുക്ക് അറ്റൻഡൻസ് കിട്ടില്ല. ഇത് സ്റ്റാഫ് റൂമാണ്. നേരെ എൻ്റെ ക്ലാസ്സാണ്. സാറ് ക്ലാസ്സിൽ വന്നായിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ കൊടുത്ത് നമ്മുടെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെ ഇനി അമ്മയുടെ അടുത്ത് പോവുകയാണെങ്കിൽ അമ്മയ്ക്ക് വളരെ ദയനീയമാണ് കേട്ടോ. പറ്റിയിട്ടൊന്നും കാര്യമില്ല. നമ്മളെ അവസ്ഥ ഇപ്പം ഇതാണ്. അടുത്ത ജോലി ഇനി ഇവിടെയൊക്കെ ഷീറ്റ് ഇടണതാ കണ്ടോ. ഇന്നലെ കഴിയിട്ട സ്ഥലമാണ്. സംഭവം റോഡ് പണി ഫുള്ള് ചെളി. വണ്ടി കൊണ്ടുവന്ന് എപ്പോഴും വീട്ടിൽ കയറുമ്പം ഫുള്ള് ചെളിയും കൊണ്ടാണ് കയറണത്. കണ്ട ഇവിടെ ഫുള്ള് നിങ്ങൾ കാണുന്നുണ്ടോ ഇതൊക്കെ? അങ്ങനെ ഇനി 5-6 ദിവസത്തേക്ക് ഈ ചെളിയും മണ്ണും തന്നെ. എന്തിടാ ഒരു 10 മിനിറ്റ് കെട്ടിയിട്ടെന്ന് പറഞ്ഞ് ഒരു അവനെ കൂടാതെ പിണക്കമൊക്കെ മാറിയേട്ടാ. അവനെ കൂടാതെ ഞാൻ എവിടെയെങ്കിലും പോകണമെന്ന് നോക്കിയാണ് അവൻ കുരങ്ങനൊക്കെ നോക്കിക്കൊണ്ടേ. ഞാൻ വെളിയിൽ ഇറങ്ങി അവൻ വിളിക്കും. അങ്ങനെ ഫുള്ള് ചെളിതാ വണ്ടിയുടെ ഭാഗത്ത് എന്നെ കണ്ടാ. വണ്ടി പോണണ്ട ഉമ്മാക്കി പിടിക്കും. ഗേറ്റും തുറന്ന് നോക്കിയപ്പോഴാണ് ഞാൻ കതക് പൂട്ടിയില്ല. ഞാൻ ഓടിപ്പോയ സമയം കൊണ്ട് അവ ഇനി ഇറങ്ങുമെന്ന് നോക്കിയപ്പോൾ ഇല്ല. വണ്ടിയുടെ സൗണ്ട് കണ്ടപ്പോൾ അവ അവിടെ ഒന്ന് അറച്ചു നിന്നു. പിന്നെ ഇഞ്ചിൻ വണ്ടി അങ്ങ് പോയതിന് ശേഷം അവൻ പെട്ടെന്ന് വന്ന് വണ്ടിയിൽ കയറിയിരുന്നു. പിന്നെ ഞാൻ അവനെ ദാണ്ട് അവിടെ വെച്ചൊന്ന് ചുറ്റി വെച്ചിട്ട് ഞാനും അവനും കൂടി പാലെടുക്കാം. എന്നത്തെയും പോലെ നമ്മൾ തോട്ടത്ത് പോയി പാലെടുക്കാനായിട്ട്. പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഫുള്ളിവിടെ ഇന്നലെ മുതൽ തുടങ്ങിയതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വീടിനകം വരെ ചെളി. പിള്ളേരായാലും ചേട്ടനായാലും എൻ്റെ ഗുണ്ടു വരെ ചെളി ചവിട്ടിയാണ് കയറിക്കൊണ്ട് വന്ന് വീട് മൊത്തം തുലയ്ക്കണത്. പിന്നെ ഞാൻ താണ്ട് ഇവിടെ വന്നിട്ട് അവന് ഇറങ്ങാൻ ഒരു മടി. ഇറങ്ങടാന്ന് പറഞ്ഞിട്ടൊന്നും ഇറങ്ങണില്ല. പിന്നെ വല്ല വിധനെ അവനെ ചാടി ഇറങ്ങി കുറേ നേരം ആലോചിച്ച് ഇറങ്ങണോ വേണ്ടേന്ന്. പിന്നെ ഞാൻ അവനെയും കൊണ്ട് പാലെടുക്കാൻ പോയി. പിന്നെ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് കുറച്ച് അവിടെ ഒരു വീട്ടിൽ കുറച്ച് കയറുണ്ടായിരുന്നു. അതെടുത്ത് നീളത്തിന് കെട്ടിയിട്ട് ഞാൻ പാലെടുത്ത്. അപ്പം കുറച്ച് ദൂരെ എൻ്റെ കൈ വിട്ട് പോകുമ്പോൾ ഞാൻ കയറി ഇങ്ങ് പിടിക്കും, ഇങ്ങോട്ടോ കാലി ചവിട്ടും. അങ്ങനെ എൻ്റെ ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നു. പാൽ ഉറവൊഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നീളം ഉണ്ടല്ലോ, അതുകൊണ്ട് പാൽ ഉറവൊഴിച്ചുകൊണ്ട് നിന്ന സമയം കൊണ്ട് അവൻ അവിടെ വരെ എത്തി. അവിടെ ചെന്നപ്പോഴേക്കും കയറ് കുരുങ്ങി അവിടെ നിൽപ്പുണ്ട്. എന്നെ വിളിച്ച് കീന്ന് കരയുന്നുണ്ട്. ഞാൻ പറഞ്ഞു അവിടെ നിന്നോ, ഞാൻ പാലോറ ഒഴിച്ചിട്ട് വരാമെന്ന്. ഇവൻ്റെ വിളി കേട്ടപ്പോൾ ഞാൻ നോക്കി. സംഭവം അവിടെ നിൽപ്പുണ്ട്. പലരും ചോദിക്കാറുണ്ട് എന്തിനാ ഇവനെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നതെന്ന്. പിന്നെ ഞാനിവിടെ പാലെടുക്കാൻ വരുമ്പം ഇവനും കൂടി ഉള്ളത് എനിക്കൊരു കൂട്ടാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇടയ്ക്ക് അവൻ്റെ ഈ വികൃതി കാരണം ഇറങ്ങി ഓടുന്നതൊരു ഇത് തന്നെയാണ്. പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ ഇവൻ്റെ എല്ലാ കാര്യങ്ങളും ഇതോടുകൂടി ഞാൻ പാലെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും പ്രാഥമിക കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിട്ടും. പിന്നെ നമുക്ക് മനസ്സമാധാനത്തോടെ വീട്ടിനകത്ത് പൂട്ടിയിടാം. അല്ലെങ്കിൽ നമുക്കൊരു ടെൻഷനാണ്. പിന്നെ ഈ റോഡ് പണി ആയതുകൊണ്ട് ഗുണ്ടുവിന് ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ ഈ സൗണ്ട് കേട്ട് വീടിനകത്തോട്ട് ഒളിച്ചിരിപ്പും, കട്ടിൻ്റെ അടിയിൽ കുറേ നേരം ഒളിച്ചിരുന്ന്, പിന്നെ സോഫ സെറ്റിൽ മാക്സിമം അപ്പോഴപ്പോഴാ ചാടി അവൻ ഈ സൗണ്ട് കേൾക്കുമ്പം പലയിടത്തും ചാടി. എന്ന് വെച്ചാൽ അവൻ്റെ ഉറക്കം അറിയാമല്ല, കുമ്പാർണൻ്റെ ഉറക്കമല്ലേ. പക്ഷേ ഇന്ന് 2 ദിവസം കൊണ്ട് ഇവിടെ കിടന്നു നോക്കി, അകത്ത് കട്ടിൻ്റെ അടിയിൽ കിടന്നു നോക്കി, അങ്ങനെ ഒരേ ഇത് തന്നെ. ഇപ്പം ഇവിടെ ആയപ്പം കുറച്ച് ഞാൻ കതവൊക്കെ അടച്ചു കൊടുത്ത്
പിന്നെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. ഉച്ചയ്ക്ക് ഞാനാണെങ്കിൽ ചിക്കനും പിള്ളേർക്ക് പരാതി ഗുഡ്ഡുന് മാത്രമേ ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ എന്ന്. ഞാൻ 2-3 കഷ്ണം എടുത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അവന് ഉച്ചയ്ക്ക് ചോറ് കൊടുത്ത്. അത് അവന് ഭയങ്കര ഇഷ്ടമല്ലേ ഈ ചിക്കൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഇൻ്റർവെല്ലായി കേട്ടോ. അപ്പം അപ്പുറത്തെ ജനലിൽ കൂടി ഞങ്ങൾക്ക് അപ്പുറത്തെ പിള്ളേരെ കാണാൻ പറ്റും കേട്ടോ. 10 വരെ എന്തോ ഉള്ള കുട്ടികളാണ്. ഞാൻ മല്ല ഇവിടെ ഫുള്ള് സ്കൂളും കോളേജും ഒക്കെയാണ്. അപ്പോൾ അവർ ഞങ്ങൾക്ക് താറ്റ തന്നു, പിന്നെ അവരുടെ ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് വന്ന് താറ്റ കാണിക്കുന്നു, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാനിവിടെ ഡിഗ്രി ആയാലും +1 +2 ആയാലും ഒക്കെ സ്കൂൾ പോലെയാണ് കേട്ടോ. ഡിഗ്രി ആണെങ്കിൽ പ്രൈവറ്റിലാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്തിടുക, യൂണിഫോം ഇടണം, അങ്ങനെ ഇങ്ങനെ ഒരുപാട് റിസ്ട്രിക്ഷൻ ഉണ്ട്. വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാലേ അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ. അപ്പം ഇവിടെ വന്നപ്പോൾ അത്രയൊന്നും ഇല്ല കേട്ടോ. യൂണിഫോം ഇടണ്ട, ഫോണ് ക്ലാസ്സിൽ കൊണ്ടുപോവാം. അറിയാമല്ലോ, ഗവൺമെൻറ് കോളേജ് അങ്ങനെയാണല്ലോ. എനിക്ക് കൊറോണ ടൈമൊക്കെ ആയപ്പം എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു കോളേജിലാണ് ഞാൻ അഡ്മിഷൻ എടുത്തത്. അപ്പം ഇത്രയും ഫ്രീഡം ഒന്നും ഇല്ല കേട്ടോ അവിടെ. എന്നാലും എനിക്കിഷ്ടമാണെങ്കിൽ പോലും ഓക്കെ ഗൈസ്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ വന്നാൽ ഇവിടെ ഒരു ജാമ്പ മരമുണ്ട്. അതിൽ ഞങ്ങൾക്ക് മാത്രം വേണ്ടി ഇതാ ഒരു 5 എണ്ണം ഞങ്ങൾക്ക് കിട്ടിയായിരുന്നേ, പഴുത്തത്. ബാക്കിയെല്ലാം പൂവൊക്കെ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ പറിച്ച് കഴിച്ച് അങ്ങനെ അവിടെ രസമായിട്ടിരിക്കും. കൊള്ളാവോ? റിവ്യൂ പറ. എനിക്കിവിടെ ഇങ്ങനെ ഇതുപോലത്തെ സാധനങ്ങൾ വീട്ടിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്നറിയാമോ? ഞാൻ കല്യാണം കഴിക്കണ ഫോണായാലും എൻ്റെ വീട്ടിലായാലും, എൻ്റെ വീട്ടിൽ സ്ഥലമില്ല കേട്ടോ, റോഡ് സൈഡ്. പിന്നെ വിലയുണ്ട്, അത് പക്ഷേ അങ്ങ് ദൂരെയാണ്, കുറച്ച് ദൂരം നടക്കണം, അങ്ങ് ഉള്ളിലോട്ടാണേ. അപ്പം പിന്നെ എനിക്കുള്ള വീട്ടിലോട്ട് പോകാനുള്ള ബസ് ഇതുവരെ വന്നില്ല. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. എനിക്കിനി ഇവിടെ നിന്ന് കാട്ടാക്കടയിൽ നിന്ന് നേരെ എൻ്റെ വീട്ടിലോട്ടുള്ള ബസ്. അങ്ങനെ കാട്ടാക്കട എങ്ങനെയോ വല്ല ഇതിനെയും കിട്ടി. പിന്നെ ഇനി അവിടെയും കുറേ നേരം കഴിഞ്ഞപ്പം എൻ്റെ ബസ് വന്നു. ഭയങ്കര ലേറ്റായി. ഞാൻ വീട്ടിൽ ഈ ഒരു ബസ്സാണ് കേട്ടോ. അങ്ങനെ ബസ്സിൽ വീട്ടിൽ എത്തിയപ്പോഴത്തേക്കും ഇവിടെ എനിക്ക് കുറച്ച് ദൂരം എനിക്ക് എൻ്റെ വീട്ടിലോട്ട് നടക്കണം. അവിടെയൊക്കെ ഈ റോഡ് പണിയായിട്ട് എല്ലായിടവും ഇങ്ങനെ സിമെൻറ്റും മണ്ണും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുക. ഇത്രയും വലിയ വണ്ടിയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ, സത്യമായിട്ടും. ഇതിൻ്റെയൊക്കെ പേര് പോലും എനിക്കറിയത്തില്ല. എന്തൊക്കെയോ എൻജിൻ വണ്ടിയാണ് കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ ഈ ഒരു കല്ലും മുള്ളും നിറഞ്ഞ റോഡിലൂടെ ഞാനിങ്ങനെ നടക്കുവാണ്. അവിടുത്തെ ആ വണ്ടിയുടെ ടയറിൻ്റെ ഇതൊക്കെ കണ്ടില്ലേ? പിന്നെ ഇവിടെ കൂടി സൈഡിൽ കൂടി വെള്ളം പോകുന്നുണ്ട്. ഇത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ കൂടി അവരിങ്ങനെ പറഞ്ഞു വിടുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ നടുക്കൂടിയാണ് നടക്കണം. അപ്പുറത്ത് സിമെൻറ്റ്, ഇപ്പുറത്ത് ബസ് പോകുന്നുണ്ട്. അപ്പം നല്ലൊരു വാക്കായിരുന്നു ഗൈസ്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇവിടെ കൂടിയൊക്കെ നടക്കാൻ. ഞങ്ങൾ റോഡ് ഇപ്പോൾ ഹൈവേ ആക്കാൻ വേണ്ടി വലിയ റോഡാക്കുക കേട്ടോ. അപ്പം ഇവിടെയൊക്കെ നല്ല വളവും തിരിവും ഒക്കെ ആയതുകൊണ്ട് റോഡൊക്കെ ഓക്കെ ആണെങ്കിലും എന്തോ വലിയ റോഡായത് ഒരു ഫീല്. എൻ്റെ സ്ഥലമൊക്കെ ഫ്രണ്ടൊക്കെ ഒന്ന് മാറി. ഈ വലിയ വണ്ടിയൊക്കെ ഞാൻ ഇപ്പോൾ കാണുന്നത് എത്ര 4 ടയറുള്ള വണ്ടി. പിന്നെ ഇതൊക്കെ രസമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് കുറേ നേരം ഞാൻ അവിടെ ഫ്രണ്ടിൽ തന്നെ നിന്ന് കേട്ടോ. ഇതൊക്കെ എൻജിൻ വണ്ടി എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്, പക്ഷേ അതിന് കറക്റ്റ് പേരൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഇതൊക്കെ കണ്ടിരുന്നപ്പോൾ തന്നെ ഒരുപാട് സമയം പോയി കേട്ടോ. സത്യമായത് കാണാൻ നല്ല രസമാണ്. ഞാൻ ഇനി നേരെ ഗുണ്ടുവിൻ്റെ അടുത്ത് പോയപ്പം അവൻ എന്നെ കണ്ടതും ഉപദ്രവമാണ് ഗൈസ്. ഇപ്പം ഇവൻ ഭയങ്കര ഉപദ്രവമാണ്. കാലൊക്കെ കടിച്ച് തിന്ന് കൊണ്ടുപോകും അവൻ, അങ്ങനെ ഒരവസ്ഥ. പിന്നെ ഞാനും ഗുണ്ടും അമ്മയൊക്കെ പോയി നിന്ന് വീണ്ടും വണ്ടി കാണാൻ വേണ്ടി പോയി നിന്നു. അപ്പം അമ്മ അങ്ങോട്ട് വെളിയിൽ പോയോ? ഞാൻ
കണ്ടോളാം. എനിക്ക് വണ്ടി പേടിയാ. അവന്റെ ധൈര്യം കണ്ടോ? അവൻ ഇരുന്ന് കാണും. അവൻ അത്ര ജെന്റിൽമാൻ ആണ് ഗൈസ്. അങ്ങനെ ഓരോ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിറയെ ആൾക്കാർ കേട്ടോ. എല്ലാവർക്കും അത്ഭുതം പോലെയാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കൊരു 10-15 വർഷത്തിന് ശേഷമാണ് ഇങ്ങനത്തെ വണ്ടി, ഇങ്ങനെ റോഡ് പണിയായാലും നമ്മൾ ഇത് കാണുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഉള്ള ആൾക്കാരെല്ലാം പുറത്തു നിന്ന് കാണുന്നുണ്ട്. പിന്നെ ഞാൻ ഗുണ്ടുവിനും ഇതൊരു അനുഭവമല്ലേ വന്ന് കാണിട്ട്. കാരണം ഗുണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോണത് കൊണ്ട്, ഈ ഇഞ്ചിൻ വണ്ടികളൊക്കെ പോണത് കൊണ്ട് ഈ ഗുണ്ടു ഇറങ്ങി ഓടൂലെന്നറിയാം. കാരണം അവന് പേടിയാണ്. അപ്പോൾ അവ ഒരു അതിര് കാത്തവിടെ ഇരിപ്പുണ്ട്. എനിക്ക് അങ്ങനെ വീരശൂര പരാക്രമം ഇതാ ബാക്കിലോട്ട് ഓടുന്നത് വേറൊന്നുമല്ല. ഒരു ഇഞ്ച് വണ്ടി കണ്ടപ്പം കൊച്ചങ്ങ് പേടിച്ചു, ഇത് ഇത്രയും അടുത്ത് വരുന്നോ എന്ന് പറഞ്ഞു. അവൻ ഇത്രയും പേടിയാണ് കേട്ടോ. നേരത്തെ ഇത്തിരി അപ്പുറത്തെ സൈഡിൽ കൂടി പോയത് കൊണ്ടാണ് അവൻ ഇങ്ങനെ വരും. പിന്നെ അവൻ പറഞ്ഞാൽ ഗേറ്റിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കിടന്ന് കണ്ടോളാം, എനിക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് അവ ഇങ്ങനെ ഇരുന്ന് കാണാൻ തുടങ്ങി. പക്ഷെ അവൻ ഓടിപ്പോവാത്തത് ഇതുപോലെ താഴേന്നും മേളിൽ ഒക്കെ ഈ വണ്ടി, ഇവിടെ റോഡ് പണിയുടെ വണ്ടി വന്നുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് നമുക്കും അറിയാം ഇവനല്ലാതെ ബസ്സോ അല്ലെങ്കിൽ ബൈക്കോ പോകുമ്പോഴേ വീട്ടിൽ ഓടിക്കയറണവനാണ്. അപ്പം പുറത്തു പോകില്ലെന്ന് നമുക്കറിയാം. ഇവൻ ചാടിപ്പോണം. അപ്പം ചോദിക്കാൻ നിങ്ങൾ പല പ്രാവശ്യം ഇവൻ ചാടിപ്പോയിട്ടില്ലേന്ന്. അപ്പം എപ്പോഴും റോഡേ ബസ്സൊന്നും പോകില്ലല്ലോ. അവൻ അപ്പുറം ഇപ്പുറം നമ്മളെ കുഞ്ഞു പിള്ളേർ നോക്കും പോലെ നോക്കും. ബസ്സൊന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ എടുത്തു വെച്ച് ഒരൊറ്റ ചാട്ടമാണ് റോഡിൻ്റെ അപ്പുറത്തോട്ട്. പിന്നെ പറയാൻ പറ്റില്ല, ചാടുമ്പോൾ താഴേന്ന് ബസ്സൊക്കെ വന്നിട്ടും ഉണ്ട്, ഇല്ലെന്ന് പറഞ്ഞിട്ട്. എന്നാലും ഇവൻ സൈഡ് ഒതുങ്ങി നിൽക്കും. ഏതെങ്കിലുമൊക്കെ ബസ്സോ ബൈക്കോ വന്നാൽ അഥവാ അവൻ റോട്ടിലായി പോയണമെങ്കിൽ അവ ഒതുങ്ങി നിൽക്കും. എടുത്ത് വണ്ടിയുടെ ഇടയിൽ ചാടിയിട്ടില്ല. ഇതുവരെ അങ്ങനെ കുഴപ്പമില്ല. ഇനി വളരും തോറും അവൻ്റെതാ കണ്ടില്ലേ, ആൾക്കാരെല്ലാം നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. എല്ലാവരുടെ വീടുകളിലും അല്ലെങ്കിൽ പുറത്തു നിന്നൊക്കെ ആയാലും നമ്മൾ ഇത് തന്നെ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ നമുക്ക് കാണാനായിട്ട്. ഇവിടെ വന്നപ്പോൾ മോളും എൻ്റെ ഗുണ്ടുവും പിന്നെ അതാ തുറന്ന് കുറേ ഒരു അരമണിക്കൂറോളം ഗുണ്ടുവിന് നമ്മൾ ഇതുപോലെ ഇരുന്ന് അവനും നമ്മൾ കാണട്ടെ എന്നുള്ള ഒരിതിൽ പേടിയുണ്ട് അവന്. പേടിയുള്ളതുകൊണ്ട് തന്നെയാണ് അവൻ ഗേറ്റിൻ്റെ അകത്തോട്ടിരുന്ന് ഇങ്ങനെ കിടന്ന് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ കണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് കെട്ടിയിടാതെ ഗേറ്റ് തുറന്ന് ഈ ധൈര്യമായിട്ട് അവൻ ഇരിക്കണത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇരുത്തുവോ? 5 മിനിറ്റ് കഴിയുമ്പോൾ അപ്പുറം ഇപ്പുറം നോക്കിയിട്ട് ചാടിപ്പോണവനല്ലേ. പിന്നെ ഒരാൾ ഇതുപോലെ അവനെ തൊടലിട്ട് ഒന്ന് പുതിയത് വാങ്ങിച്ചു കൊടുക്കണേ, ഇങ്ങനെ ഈ തൊടൽ കെട്ടല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പുറത്തു പോയെങ്കിൽ മാത്രമേ തൊടൽ അങ്ങനെ കെട്ടാറുള്ളൂ. പിന്നെ അത്യാവശ്യം മുറ്റം അടിക്കാനോ എന്തെങ്കിലും ഇപ്പം ഞാൻ അവനെ കെട്ടിയിടാറുള്ളൂ. കൂടുതലും അവൻ ഇങ്ങനെ തൊടലി ഇല്ലാതെയാണ് കൂടുതലും നിങ്ങൾ കാണുന്നുണ്ടല്ലോ. പിന്നെ യാദൃച്ഛികമായിട്ട് പിന്നെ മുറ്റം അടിക്കാനോ വീട് കഴുകാനോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അവനെ ഞാൻ കെട്ടിയിടാറുള്ളൂ. അല്ലെങ്കിൽ അവനെ ബാത്റൂമിൽ. അല്ലാതെ ഏകദേശം 1 മണിക്കൂർ മാത്രമേ ഒരു ദിവസം അവൻ തൊടലിൽ കിടക്കാറുള്ളൂ. ബാക്കി 23 മണിക്കൂറും അവൻ 1 മണിക്കൂറൊന്നും ഇല്ലല്ലേടി, കൂടിപ്പോയ ചിലപ്പോൾ ഒരു അരമണിക്കൂർ ചില ദിവസങ്ങളിൽ. പിന്നെ അതുകൊണ്ട് ഒരാൾ ഇതുപോലെ പറഞ്ഞു, ദയവ് ചെയ്ത് നിങ്ങൾ അതിന് കഴുത്തിൽ വേറെ തൊടൽ വാങ്ങിച്ചോണ്ടെങ്കിൽ ഈ തൊടലിടല്ലേ എന്ന്. നമ്മളിതുപോലെ നോക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കടയിലൊന്നും കിട്ടില്ല. പിന്നെ ഇതിനിടയിൽ നമ്മളെ കുഞ്ഞു വന്നു, നല്ല മഴയായിരുന്നു കേട്ടാ. പിന്നെ രാവിലെ അവൻ്റെ സന്തോഷം കണ്ട ചേച്ചി വന്നപ്പോൾ അങ്ങനെ നമ്മളെ റോഡ് ഇങ്ങനെ മഴയെ തൊലിച്ചു പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞ് അവന് ഉറക്കമൊന്നുമില്ല. അടുത്ത് ചേട്ടൻ വന്നു വൈകുന്നേരം. പിന്നെ ചേട്ടൻ്റെ ബാക്കേ പോയി. ഇന്നതുകൊണ്ട് രാത്രി ഇത്തിരി ഉറങ്ങുമായിരിക്കും. പിന്നെ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഇറച്ചിയും ചോറുമായിരുന്നേ. അപ്പം ഈ രാത്രി ഒരു ലൈറ്റായിട്ട്, കാരണം ഇറച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കല്ല, അവന് മാത്രം ഒരു 2-3 കഷ്ണം എടുത്ത് വേവിച്ച് ചോറ് കൊടുത്ത്. അപ്പം രാത്രി ഇനി എനിക്ക് ഞാൻ വിചാരിച്ച് നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്ന് തൈരിൽ ചോറ് കൊടുത്തു നോക്കി, അവനെ ശീലിപ്പിക്കണമല്ലോ. അപ്പം ഇന്ന് തന്നെ കുറച്ച് പാലിൽ പുളിപ്പൊഴിച്ചതാണ്. അധികം പുളിപ്പായില്ല, കുറച്ച് ചെറിയ പുളിപ്പ്. രാവിലെ അങ്ങനെ ആദ്യത്തെ ഒരു 2-3 ഉരുളയൊക്കെ അവൻ കഴിച്ചേ. പിന്നെ അവന് താല്പര്യമില്ല. അവൻ ഇറങ്ങി അങ്ങോട്ട് ഓടാൻ തുടങ്ങി. ഞാൻ പിന്നെ അവൻ്റെ കൂടെ ചോറ് കൊണ്ട് കാണിച്ചപ്പോൾ ബാക്കിലോട്ട് ഓടയാണ്, എനിക്ക് വേണ്ടാന്ന്. പിന്നെ അവന് ആ ഒരു ടേസ്റ്റ് പഠിപ്പിക്കണമല്ലോ. ഇടയ്ക്കൊക്കെ വയ്യാതാവേ എന്തെങ്കിലും ചെയ്താൽ പലരും പറഞ്ഞിട്ടുണ്ട് തൈരും ചോറും കൊടുത്താൽ മതിയെന്ന്. അപ്പം അവനൊന്ന് ശീലിപ്പിക്കാമെന്ന് വിചാരിച്ച്. തുപ്പുന്നില്ല, അവൻ കഴിക്കുന്നുണ്ട്. പക്ഷെ ഒത്തിരി കഷ്ടപ്പെട്ട് എനിക്കിത് തരണോ അമ്മേ, ഞാൻ എങ്ങനെയെങ്കിലും അങ്ങനത്തെ ഒരു നോട്ടം അവൻ്റെ ഉണ്ടാവും.
അവന് എല്ലാ കാര്യങ്ങളും അറിയാം അല്ലേ. പിന്നെ ഞാൻ അവനെ അവിടെ പിടിച്ചിരുത്തി ഒരു 2-3 ഉരുള കൊടുത്ത് നൈറ്റ്. പിന്നെ എനിക്കറിയാം അധികം പുളിപ്പൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നി. അവനെ നന്നാക്കി എടുക്കണമല്ലോ. അവനിനി പിന്നെ വടിവേലിൽ നിന്നും നല്ല ഗുണ്ടുമണിയിലോട്ട് പഴയ നമ്മളെ ഗുണ്ടുമാക്കി എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2-3 ഉരുള ചോറ്, ഇപ്പം ആരെയും എല്ലാവർക്കും ഇത് ഇങ്ങനെ ചോറ് കൊടുക്കുന്നത് ഇഷ്ടപ്പെടില്ലായിരിക്കും. പക്ഷെ അത് ഉണങ്ങണമെന്ന് പറയണത് നിങ്ങളാണ്. നിറയെ ഫുഡ് കൊടുക്കാൻ പറയണത് ഒരു സൈഡ്, ഫുഡ് കൊടുക്കല്ലെന്ന് പറയണത് വേറെ. ഞാൻ നമുക്കും ഉണ്ട് അവ ഇങ്ങനെ ഉണങ്ങിയിരിക്കുമ്പോൾ ഒരു വിഷമം തന്നെയാണ്. ഇപ്പോൾ കുഴപ്പമില്ലാതെ ഒരാഴ്ച കൊണ്ട് ഞാൻ ഇറച്ചിയും ചോറും കൊടുത്ത് ഇങ്ങനെ അവനെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പിള്ളേർക്ക് ഭയങ്കര പരാതിയാണ്, അമ്മ നമ്മളെ നോക്കണില്ല, ഗുണ്ടുവിനെയാണ് നോക്കണത്. പണ്ട് 2 കഷ്ണം 3 കഷ്ണം ഇറച്ചിയൊക്കെ മാറ്റി വെച്ച് ഞാൻ പിള്ളേർക്ക് കൊടുക്കണ സ്ഥാനത്ത് ഇപ്പം ഗുണ്ടുവാണ് കഴിക്കണത്. ഇന്ന് പിന്നെ അവൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ അവൻ്റെ ഇത് കണ്ടപ്പോൾ എനിക്ക് പണ്ടു ഇവ ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത്, അത് എനിക്ക് ഓർമ്മ വന്നു. ഞാൻ പിന്നെ അത് കുറച്ച് നേരം അവൻ്റെ ഈ ഇരിപ്പ് കണ്ടങ്ങ് വീഡിയോ എടുത്തു പോയതാണ്. പിന്നെ ഒരു കാര്യം, ഇന്നലെ നമ്മളെ റോഡ് പണിയിൽ ഇവിടെ പണ്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഉരൾ കിട്ടിയേ. അടിയിൽ എനിക്കൊരു 5ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പം വാങ്ങിക്കൊണ്ട് വന്നതാണ് അച്ഛൻ. നമുക്ക് ഏകദേശം എൻ്റെ കല്യാണം വരെ നമ്മളെ വീട്ടിൽ, എൻ്റെ കല്യാണം വരെ മിക്സി ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഉരലിലായിരുന്നു. അതൊക്കെ ഒരു ഓർമ്മയായിരുന്നു കൊച്ചിലെ ഞങ്ങളെ കൊണ്ട് അമ്മ അരി ആട്ടിക്കണതും അങ്ങനെയൊക്കെ. അപ്പം എടുത്തിപ്പോൾ കളയാൻ, വീടിനകത്തെടുത്ത് വെക്കാനും നമുക്ക് ഇടവില്ല. അവരാണെങ്കിൽ ഇത് ആവശ്യമുണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് ഇവിടെ മണ്ണിൻ്റെ അടിയിൽ ഇരുന്നതാണ് സംഭവം, അവരെടുത്ത് പുറത്ത് വെച്ചിരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും 2-3 പേര് എന്നോട് ചോദിച്ചു ഇതിന് ആവശ്യമില്ലേ എന്ന്. അങ്ങനെ ഇപ്പം ആരാ ഇപ്പോൾ ഉപയോഗിക്കുന്നത്, വീടിനകത്ത് കൊണ്ടുവയ്ക്കാനും ബുദ്ധിമുട്ടപ്പോൾ ഒരാൾ ചോദിച്ച് ഞാൻ എടുത്തോട്ടെ എന്ന്. അപ്പം ഞാനത് ഓക്കെ നിങ്ങളോട് കൊണ്ടുപോകണം, അത് അടിയിൽ മണ്ണിൻ്റെ അടി പോണേക്കാളും ആരെങ്കിലും കൊണ്ടുപോകണമെന്ന് നല്ലതല്ലേ. അപ്പോൾ ഒരാൾ ചോദിച്ചപ്പോൾ ഞാനത് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഗുണ്ടു നേരത്തെ ഉറങ്ങി കേട്ടോ, കാരണം രാവിലെയൊക്കെ ഭയങ്കര ഒച്ചയായതുകൊണ്ട് ആള് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലൊന്ന് പുതിയ ആളാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ ബൈ.